ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലൻറ്റ് ഹണ്ട്. എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിലെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്, അളവുകളും യൂണിറ്റുകളും. കൂട്ടുകാരെ, നമ്മൾ 7 വരെ ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രമായിരുന്നു പഠിച്ചിരുന്നത്. എന്നാൽ നമ്മൾ 8ലേക്ക് വരുമ്പോൾ ബേസിക് സയൻസ് തന്നെ 3 ഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്, ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ മുഴുവനായും കാണുക. നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള 8ാം ക്ലാസ്സിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ ഓൾഡൻ ഡേയ്സ് ഡിഫറെൻറ്റ് സ്കെയിൽസ് വർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ലെങ്ത്. റൈറ്റ് ഡൗൺ ദ സ്കെയിൽസ് ഫെമിലിയർ ടു യു. പണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീളം അഥവാ ലെങ്ത്ത് മെഷർ ചെയ്യുന്നതിന് പല തോതുകളിലുള്ള പല സ്കെയിലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്കറിയാവുന്ന തോതുകൾ, നിങ്ങൾക്കറിയാവുന്ന സ്കെയിലുകൾ ഉണ്ടെങ്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? വാര, മുഴം, ഫൂട്ട്, ഫർലോങ്, ഇഞ്ച്. ഇതിൽ കൂട്ടുകാർ ഏതൊക്കെ കേട്ടിട്ടുണ്ട്? ഇഞ്ച് കേട്ടിട്ടുണ്ടാവും, മുഴം, ഇതെല്ലാം കൂട്ടുകാർ കേട്ടിട്ടുണ്ടാവും. വാര, മുഴം, ഫൂട്ട്, ഫർലോങ്, ഇഞ്ച്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഡിഫിക്കൽട്ടീസ് ദാറ്റ് അറൈസ് ഡ്യൂ ടു ദ യൂസ് ഓഫ് ഡിഫറെൻറ്റ് സ്കെയിൽസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം പല തോതുകൾ, പല സ്കെയിലുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് എഴുതി നോക്കൂ. അക്യുറൻസി കനോട്ട് ബി എൻഷ്യൂർഡ്, കൃത്യത ഉറപ്പാക്കാൻ കഴിയില്ല. ഡിഫിക്കൽട്ടി ഇൻ എക്സ്ചേഞ്ച്, കൈമാറുന്നതിലുള്ള ബുദ്ധിമുട്ട്. മെഷർമെൻറ്റ്സ് വിൽ നോട്ട് ബി ദ സെയിം, അളവുകൾ ഒരുപോലെ അല്ലായിരിക്കും. ഓക്കെ, എന്തൊക്കെയാണ്? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തോതുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ. അക്യുറൻസി കനോട്ട് ബി എൻഷ്യൂർഡ്, ഡിഫിക്കൽട്ടി ഇൻ എക്സ്ചേഞ്ച്, മെഷർമെൻറ്റ്സ് വിൽ നോട്ട് ബി ദ സെയിം. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ലെങ്ത്? യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നീളത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നീളം അളക്കുന്നതിന് നിശ്ചിത ദൈർഘ്യമുള്ള, നിശ്ചിത ദൂരമുള്ള ഒരു അടിസ്ഥാന തോത്, ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് സ്കെയില് ലോകത്തെങ്ങും അംഗീകരിച്ചിട്ടുണ്ട്. ഈ അടിസ്ഥാന തോതിനെയാണ് നമ്മൾ നീളത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എ സ്റ്റാൻഡേർഡ് സ്കെയിൽ ഓഫ് എ ഡെഫിനിറ്റ് ലെങ്ത് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് വേൾഡ് വൈഡ് ഫോർ മെഷറിംഗ് ലെങ്ത്. ദിസ് സ്റ്റാൻഡേർഡ് സ്കെയിൽ ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്? ലെങ്ത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്? ലെങ്ത്തിൻ്റെ, നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മീറ്റർ. മീറ്ററാണ് നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. കൂട്ടുകാരത് ഓർത്ത് വയ്ക്കണം. മീറ്റർ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സിംബൽ ഓഫ് മീറ്റർ. മീറ്ററിൻ്റെ സിംബൽ അഥവാ പ്രതീകം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മീറ്ററിൻ്റെ പ്രതീകം അഥവാ സിംബൽ? സ്മോൾ ലെറ്റർ എം. സ്മോൾ ലെറ്റർ എം ആണ് നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റായ മീറ്ററിൻ്റെ സിംബൽ. സ്മോൾ ലെറ്റർ എം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഈക്വൽ പാർട്സ് ആർ ദർ ഇൻ എ മീറ്റർ സ്കെയിൽ? ഹൗ മെനി ഈക്വൽ പാർട്സ് ആർ ദർ ഇൻ എ മീറ്റർ സ്കെയിൽ? ഒരു മീറ്റർ സ്കെയിലിൽ എത്ര തുല്യ ഭാഗങ്ങളുണ്ട്? 100 ഈക്വൽ പാർട്സ് ആർ ദർ ഇൻ എ മീറ്റർ സ്കെയിൽ. മീറ്റർ സ്കെയിലിൽ 100 തുല്യ ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിലെ ഓരോ ഭാഗത്തിൻ്റെയും നീളം 1 സെൻറ്റിമീറ്ററാണ്. സെൻറ്റിമീറ്ററിൻ്റെ സിംബൽ cm, സ്മോൾ ലെറ്റർ cm. ഓക്കെ, ഒരു മീറ്റർ സ്കെയിലിൽ 100 തുല്യ ഭാഗങ്ങളുണ്ട്. അതിൽ ഓരോ ഭാഗത്തിൻ്റെയും നീളം 1 സെൻറ്റിമീറ്ററാണ്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇതെന്തിനാണ് പ്രയോജനപ്പെടുന്നത്? 1 മീറ്ററിനേക്കാൾ കുറഞ്ഞ നീളം നമുക്ക് അളക്കേണ്ടി വരുമ്പോൾ
ഇത് നമുക്ക് പ്രയോജനപ്പെടും. 1 മീറ്ററിനേക്കാൾ കുറഞ്ഞ നീളം നമുക്ക് ചിലപ്പോൾ അളക്കേണ്ടി വരും, മെഷർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിത് പ്രയോജനപ്പെടും. The length of each part is 1 centimeter. This is useful in measuring a length which is less than 1 meter. A meter scale is divided into 100 equal parts. The length of each part is 1 centimeter. This is useful in measuring a length which is less than 1 meter. 7th question. How many equal parts in 1 centimeter divided? നമ്മൾ പറഞ്ഞു 1 മീറ്റർ സ്കെയിൽ 100 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിലൊരു ഭാഗത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി 1 സെൻറ്റിമീറ്ററിൽ എത്ര തുല്യ ഭാഗങ്ങളുണ്ട്? 10 തുല്യ ഭാഗങ്ങളാണ് 1 സെൻറ്റിമീറ്ററിലുള്ളത്. 1 സെൻറ്റിമീറ്ററിലുള്ളത് 10 തുല്യ ഭാഗങ്ങളാണ്. 10. What is the use of such a division? ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? നമ്മൾ പറഞ്ഞു 1 സെൻറ്റിമീറ്റർ 10 തുല്യ ഭാഗങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. ഇതിലെ ഓരോ ഭാഗത്തിൻ്റെയും നീളം എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ 10 തുല്യ ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ആ ഓരോ ഭാഗത്തിൻ്റെയും നീളം 1 മില്ലിമീറ്ററാണ്. 1 മില്ലിമീറ്ററിൻ്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ mm ആണ്. ഇനി ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? 1 സെൻറ്റിമീറ്ററിനേക്കാൾ കുറഞ്ഞ നീളം അളക്കുന്നതിന് ഇത് നമുക്ക് ആവശ്യമായി വരുന്നു. ഇനി 1 സെൻറ്റിമീറ്ററിനേക്കാൾ കുറഞ്ഞ എന്തെങ്കിലും നമുക്ക് അളക്കണമെങ്കിൽ നമുക്കിത് പ്രയോജനമായി വരുന്നു, ഇത് ആവശ്യമായി വരുന്നു. 1 centimeter is divided into 10 equal parts. The length of each part is 1 millimeter. This becomes useful to measure a length which is less than 1 centimeter. ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. ഒന്നാമതായി 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. 100 കുട്ടികൾ ചേരുന്നതാണ് 1 മീറ്റർ. അങ്ങനെ ഓർത്ത് വെച്ച് നോക്കൂ. ഓക്കെ, 1 മീറ്റർ ആണ് 100 സെൻറ്റിമീറ്റർ. നമ്മൾ പറഞ്ഞു 1 മീറ്റർ സ്കെയിൽ 100 തുല്യ ഭാഗങ്ങളാക്കിയിരിക്കുന്നു. ആ ഓരോ ഭാഗത്തിൻ്റെയും നീളം 1 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയ കാര്യം. ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. 10 മില്ലിമീറ്റർ ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ. ഒന്നുകൂടി പറയാം, 10 മില്ലിമീറ്റർ ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ. അങ്ങനെയുള്ള 100 സെൻറ്റിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ. കൂട്ടുകാർക്ക് സ്കെയിൽ എടുത്ത് നോക്കിയാൽ പൂർണ്ണമായും മനസ്സിലാവും. കൂട്ടുകാർ ഒരു സ്കെയിൽ എടുത്ത് നോക്കൂ. സ്കെയിൽ എടുത്ത് നോക്കിയാൽ അതിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു വരകളാണ് മില്ലിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 10 മില്ലിമീറ്റർ ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 100 സെൻറ്റിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. കൂട്ടുകാരുടെ അടുത്ത് മീറ്റർ സ്കെയിലുണ്ടോ? മീറ്റർ സ്കെയിൽ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് അതിൽ നോക്കാം. അല്ലെങ്കിൽ കൂട്ടുകാരുടെ കയ്യിലുള്ള സ്മോൾ സ്കെയിൽ, കുഞ്ഞ് സ്കെയിൽ വെച്ച് നോക്കിയാലും കൂട്ടുകാർക്ക് ഇത് മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ഹൗ മെനി മില്ലിമീറ്റർ ഈസ് 1 മീറ്റർ. എത്ര മില്ലിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ? നമ്മളിവിടെ ഒരു കാര്യം ഓർത്ത് വെക്കണം. 10 മില്ലിമീറ്റർ ചേരുന്നതാണ് 1 സെൻറ്റിമീറ്റർ. അങ്ങനെയുള്ള 100 സെൻറ്റിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ. കൂട്ടുകാരെ, ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 മില്ലിമീറ്റർ. 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 മില്ലിമീറ്റർ. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അതെ, 1000 മില്ലിമീറ്റർ. 1000 മില്ലിമീറ്റർ, 1000 മില്ലിമീറ്റർ ചേരുന്നതാണ് 1 മീറ്റർ. ഓക്കെ കൂട്ടുകാർ, ഇത് എളുപ്പമല്ലേ? കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 10th question. Write down the smaller units of length. നീളത്തിൻ്റെ അഥവാ ലെങ്ത്തിൻ്റെ സ്മോളർ യൂണിറ്റ്സ്, ചെറിയ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ലെങ്ത്തിൻ്റെ ബേസിക് യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. അതുകൂടാതെയുള്ള സ്മോളർ യൂണിറ്റ്സ് ഏതൊക്കെയാണ്? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മില്ലിമീറ്ററിനെക്കാട്ടും കുറവാണ് മൈക്രോമീറ്റർ അഥവാ മൈക്രോൺ, അതിന് കുറവാണ് നാനോമീറ്റർ. സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ.
Which unit is used to measure distance between two places? രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? തോത് ഏതാണ്? കിലോമീറ്റർ. കിലോമീറ്ററാണ് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്. Which are the units used to measure distance from planets and stars? പ്ലാനറ്റ്സും സ്റ്റാർസിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് ദൂരം അളക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതാണ്? ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാരലാറ്റിക് സെക്കൻഡ് അഥവാ പാർസെക്. ഈ 3 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്ലാനറ്റ്സിൻ്റെയും സ്റ്റാർസിൻ്റെയും ഒക്കെ ഡിസ്റ്റൻസ് അഥവാ ദൂരം അളക്കുന്നതിനായി ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഏതൊക്കെയാണ്? ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാരലാറ്റിക് സെക്കൻഡ്. പാരലാറ്റിക് സെക്കൻഡിനെ നമ്മൾ പാർസെക് എന്നും പറയാറുണ്ട്. 13th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് വൺ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്? ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റിൻ്റെ ആവറേജ് ഡിസ്റ്റൻസ്, ശരാശരി ദൂരം എത്രയാണ്? വൺ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ സൺ. ദിസ് ഡിസ്റ്റൻസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 15 crore കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. ഓക്കെ, ഭൂമിയിൽ നിന്ന്, അതായത് എർത്തിൽ നിന്ന് സണ്ണിലേക്കുള്ള ആവറേജ് ഡിസ്റ്റൻസ് ആണ് ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. ആസ്ട്രോണോമിക്കൽ യൂണിറ്റിൻ്റെ സൈൻ അഥവാ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എയും യുമാണ്. ഈ ദൂരം തന്നെ, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. ഈ ദൂരം ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. ഈ ദൂരം ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. വാട്ട് ഈസ് വൺ ലൈറ്റ് ഇയർ? ഒരു പ്രകാശവർഷം അഥവാ ഒരു ലൈറ്റ് ഇയർ എന്താണ്? ഡിസ്റ്റൻസ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ 1 ഇയർ ഈസ് കോൾഡ് 1 ലൈറ്റ് ഇയർ. പ്രകാശം അഥവാ ലൈറ്റ് ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം അഥവാ ഒരു 1 ലൈറ്റ് ഇയർ. ഓക്കെ, ലൈറ്റ് 1 ഇയറിൽ സഞ്ചരിക്കുന്ന ദൂരമാണ്, ഡിസ്റ്റൻസ് ആണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇൻ വാക്വം ലൈറ്റ് ട്രാവൽസ് 3 lakh kilometers in 1 second. ശൂന്യതയിൽ പ്രകാശം ശൂന്യതയിൽ ലൈറ്റ് 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. 3 ലക്ഷം കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. പാർസെക് അതായത് പാരലാറ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. The use of plastic carry bags having thickness below the stipulated level has been prohibited. In which unit is the thickness of such bags expressed? നിശ്ചിത കനത്തിൽ കുറഞ്ഞ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത്തരം ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? നിശ്ചിത കനമുണ്ട്, ആ കനത്തിൽ കുറഞ്ഞ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇത്തരം ക്യാരി ബാഗുകളുടെ കനം നമ്മൾ പറയുന്നത് ഏത് യൂണിറ്റിലാണ്? മൈക്രോൺ യൂണിറ്റിലാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത്, പ്രസ്താവിക്കുന്നത് അഥവാ പറയുന്നത്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു എ പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഈസ് 4 AU. What do you mean by this? ഭൂമിയിൽ നിന്ന് സോളാർ സിസ്റ്റത്തിലെ ഒരു ഗ്രഹത്തിലേക്കുള്ള, ഒരു പ്ലാനറ്റിലേക്കുള്ള ദൂരം 4 AU, 4 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ്. എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഭൂമിയിൽ നിന്ന്, അതായത് എർത്തിൽ നിന്ന് സോളാർ സിസ്റ്റത്തിലുള്ള മറ്റൊരു പ്ലാനറ്റിലേക്കുള്ള ദൂരം 4 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് ദാറ്റ് പ്ലാനറ്റ് ഈസ് 4 times ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് സൺ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിൻ്റെ 4 മടങ്ങാണ് ഭൂമിയിൽ നിന്ന് സോളാർ സിസ്റ്റത്തിലുള്ള, സൗരയൂഥത്തിലുള്ള മറ്റൊരു ഗ്രഹത്തിലേക്കുള്ള ദൂരം.
the distance between Earth and that planet is 4 times the distance between Earth and Sun. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which is the convenient unit to express the distance from the Earth to the star തിരുവാതിര? ഭൂമിയിൽ നിന്ന് തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം ഏത് യൂണിറ്റിൽ പറയുന്നതാണ് സൗകര്യം? ഏത് യൂണിറ്റിൽ പറയുന്നതാണ് സൗകര്യം? ലൈറ്റ് ഇയർ, പ്രകാശവർഷം എന്ന യൂണിറ്റിൽ പറയുന്നതാണ്, ഭൂമിയിൽ നിന്ന് തിരുവാതിര നക്ഷത്രത്തിലേക്കുള്ള ദൂരം പറയുന്നതാണ് നമുക്ക് കൂടുതൽ സൗകര്യം. വാട്ട് ഈസ് മാസ്? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മാസ്? മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ, ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ, മാറ്റർ അഥവാ ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. Mass of a substance is the measure of the quantity of matter contained in it. ഒരു വസ്തുവിൽ അഥവാ ഒരു സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ, മാറ്ററിൻ്റെ അളവാണ് അതിൻ്റെ മാസ്. വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ്? മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ്? മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. കിലോഗ്രാം ആണ് മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. ലെങ്ത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ. മറന്നു പോകരുത്, ലെങ്ത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ, മാസിൻ്റെ ബേസിക് യൂണിറ്റ് കിലോഗ്രാം. വാട്ട് ഈസ് ദ സിംബൽ ഓഫ് കിലോഗ്രാം? കിലോഗ്രാമിൻ്റെ പ്രതീകം അഥവാ സിംബൽ എന്താണ്? സ്മോൾ ലെറ്റർ kg. സ്മോൾ ലെറ്റർ കെയും ജിയുമാണ് കിലോഗ്രാമിൻ്റെ സിംബൽ. വിച്ച് ആർ ദ അതർ യൂണിറ്റ് ഓഫ് മാസ്? മാസിൻ്റെ മറ്റ് യൂണിറ്റുകൾ ഏതാണ്? മാസിൻ്റെ ബേസിക് യൂണിറ്റ് കിലോഗ്രാം ആണ്, അത് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇനി മറ്റുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മില്ലിഗ്രാം, മില്ലിഗ്രാമിനെക്കാട്ടും കുറച്ച് കൂടുതലാണ് ഗ്രാം, അതിനേക്കാൾ കൂടുതലാണ് ക്വിൻ്റൽ, അതിനേക്കാൾ കൂടുതലാണ് ടൺ. ഓക്കെ, മില്ലിഗ്രാം, ഗ്രാം, ക്വിൻ്റൽ, ടൺ. ഓക്കെ ആണല്ലോ. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം? ടൈമിൻ്റെ, സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ് ടൈമിൻ്റെ അഥവാ സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. അപ്പോൾ നമ്മൾ 3 കാര്യത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് പരിചയപ്പെട്ടത്. ഒന്നാമതായി ലെങ്ത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെന്ന് പഠിച്ചു. രണ്ടാമതായി മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ഓക്കെ, സമയം, ടൈമിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് സെക്കൻഡ്. Is the sundial you have made suitable for use at night? പണ്ടുകാലത്ത് മനുഷ്യർ സമയം കണക്കാക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് സൺഡയൽ എന്ന് പറയുന്നത്. നിങ്ങളൊരു നിഴൽ ഘടികാരം അഥവാ സൺഡയൽ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ നിഴൽ ഘടികാരം രാത്രിയിൽ ഉപയോഗിക്കാൻ പര്യാപ്തമാണോ? രാത്രിയിൽ ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല, നോ. What might have been the measures taken by our ancestors to ascertain time at night? Discuss. രാത്രി കാലങ്ങളിൽ സമയം നിർണ്ണയിക്കാൻ പൂർവികർ, അതായത് പണ്ടുള്ളവർ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചിരിക്കാം? അതൊന്ന് ചർച്ച ചെയ്യൂ. അവർ രാത്രി കാലങ്ങളിൽ സമയം കണക്കാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചിരിക്കും? ബൈ ദ പൊസിഷൻ ഓഫ് ദ മൂൺ ആൻഡ് സ്റ്റാർസ്. അവർ ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും പൊസിഷന്, സ്ഥാനം മനസ്സിലാക്കി സമയം നിർണ്ണയിച്ചിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ബൈ വാട്ട് നെയിം ഇസ് ദ ടൈം ഫ്രം വൺ നോൺ ടു ദ നെക്സ്റ്റ് മൂൺ റെഫേർഡ്? ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ്? സോളാർ ദിനം എന്ന പേരിലാണ് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം അറിയപ്പെടുന്നത്. എന്താണ് സോളാർ ഡേ? എ ഡേ ഓർ എ സോളാർ ഡേ ഈസ് ദ ടൈം പീരീഡ് ഫ്രം വൺ നോൺ ടു ദ നെക്സ്റ്റ് മൂൺ. ഒരു സോളാർ ദിനം അഥവാ സോളാർ ഡേ എന്ന് പറഞ്ഞാൽ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയമാണ്. ഒരു ദിവസം അഥവാ ഒരു സോളാർ ഡേ, ഒരു ദിവസം എന്ന് കണക്കാക്കുന്നതും അത് തന്നെയാണ്. ഫോർ മെഷറിംഗ് ടൈം ഇൻ്റർവെൽസ് less than a day is divided into 24 equal parts. What is each of this duration of time referred as?
For measuring time intervals less than a day is divided into 24 equal parts. What is each of this duration of time referred as? ഒരു ദിവസത്തേക്കാൾ കുറഞ്ഞ സമയം അളക്കേണ്ടതിനായി ഒരു ദിവസത്തെ 24 തുല്യ ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ടല്ലോ. ഒരു ദിവസത്തിനേക്കാൾ കുറഞ്ഞ സമയം അളക്കേണ്ടി വന്നാൽ ഒരു ദിവസത്തെ 24 തുല്യ ഭാഗങ്ങളാക്കി വിഭജിച്ചു. ഈ ഓരോ സമയ ദൈർഘ്യവും എത്രയാണ്? ഈ ഓരോ ഭാഗങ്ങളും 24 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിലെ ഓരോ ഭാഗത്തിൻ്റെയും സമയ ദൈർഘ്യം എത്ര സമയമാണ്? 1 hour, ഒരു മണിക്കൂർ. ആൻസർ എന്താണ്? ഒരു മണിക്കൂർ. If 1 hour is divided into 60 equal parts, one part 1 minute. If 1 minute is divided into 60 equal parts, one part is 1 second. Second is the basic unit of time. നമ്മൾ പറഞ്ഞു ഒരു ദിവസത്തെ 24 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിൽ ഓരോ ഭാഗത്തിൻ്റെയും സമയ ദൈർഘ്യം എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ടൈം എത്രയാണ്? 1 hour. നമ്മളിപ്പോൾ പറഞ്ഞു 1 hour, ഒരു മണിക്കൂർ. ഇനി ഒരു മണിക്കൂറിനെ 60 തുല്യ ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിനെ, ഒരു അവറിനെ 60 തുല്യ ഭാഗങ്ങൾ 60 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. അതിലെ ഓരോ ഭാഗത്തിൻ്റെയും ഓരോ പാർട്ടിൻ്റെയും ഡ്യൂറേഷൻ എത്രയാണ്? ഡ്യൂറേഷൻ ഓഫ് ടൈം, സമയ ദൈർഘ്യം എത്രയാണ്? 1 മിനിറ്റ് ആണ്. ഇനി ഒരു മിനിറ്റിനെ തന്നെ 60 തുല്യ ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റിനെ 60 തുല്യ ഭാഗങ്ങളാക്കി തിരിച്ചു, 60 ഈക്വൽ പാർട്സ്. അതിലെ ഓരോ ഭാഗത്തിൻ്റെയും ഡ്യൂറേഷൻ ഓഫ് ടൈം, സമയ ദൈർഘ്യം 1 സെക്കൻഡ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 60 സെക്കൻഡുകൾ ചേർന്നതാണ് 1 മിനിറ്റ്. അങ്ങനെയുള്ള 60 മിനിറ്റ് ചേർന്നതാണ് 1 മണിക്കൂർ. 24 മണിക്കൂർ ചേർന്നതാണ് ഒരു ദിവസം. ടൈമിൻ്റെ സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്, ബേസിക് യൂണിറ്റ് ആണ് സെക്കൻഡ്. അത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കഴിഞ്ഞു. ഇങ്ങനെയുള്ള 60 സെക്കൻഡുകൾ ചേരുന്നതാണ് 1 മിനിറ്റ്. 60 മിനിറ്റുകൾ ചേരുന്നതാണ് 1 മണിക്കൂർ. 24 മണിക്കൂർ ചേരുന്നതാണ് ഒരു ദിവസം. അടുത്തതായി, വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്വാണ്ടിറ്റീസ് which are not related to one another and cannot be expressed using other quantities. Such quantities are fundamental quantities. Okay, the quantities which are not related to one another and cannot be expressed using other quantities, such quantities are fundamental quantities. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് നമുക്ക് പറയുവാൻ പറ്റാത്തതുമായ കേവല അളവുകളാണ് അടിസ്ഥാന അളവുകൾ. വാട്ട് ഈസ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്? ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The units of the fundamental quantities are the fundamental units. The system based on these fundamental units is the International System of Units. Its short form is SI units. നമ്മളിപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പറഞ്ഞു, അടിസ്ഥാന അളവുകൾ എന്താണെന്ന് പറഞ്ഞു. അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റ് അഥവാ ഫണ്ടമെൻ്റൽ യൂണിറ്റ്. ഈ അടിസ്ഥാന യൂണിറ്റുകളെ, ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റ്സ്. ഇത് ചുരുക്കി പറയുന്നതാണ് SI യൂണിറ്റ്സ്. ഇതെന്താണെന്ന് കൂട്ടുകാരെ മനസ്സിലാക്കി വെക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പഠിച്ച ലെങ്ത്, മാസ്, ടൈം. ഇതൊക്കെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് ഉദാഹരണമാണ്. ഇനി കൂട്ടുകാരെ ഈ ടേബിൾ നോക്കും. നമ്മൾ പഠിച്ച ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്, അടിസ്ഥാന അളവുകളല്ലാതെ നമ്മൾ പഠിച്ച അളവുകൾ ഏതായിരുന്നു? ലെങ്ത്, മാസ്, ടൈം. അതുകൂടാതെ കുറച്ച് കൂടുതൽ അളവുകൾ, അടിസ്ഥാന അളവുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബേസിക് യൂണിറ്റ്, ബേസിക് SI യൂണിറ്റും അതിൻ്റെ സിംബലും
ഇവിടെ നൽകിയിട്ടുണ്ട്. ലെങ്ത് അഥവാ നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. മീറ്ററിൻ്റെ സിമ്പൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രതീകം എന്താണ്? സ്മോൾ ലെറ്റർ M. മാസിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് കിലോഗ്രാം. കിലോഗ്രാമിൻ്റെ സിമ്പൽ അഥവാ പ്രതീകം സ്മോൾ ലെറ്റർ Kയും Gയും. സമയം അഥവാ ടൈമിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് സെക്കൻഡ്. സെക്കൻഡിൻ്റെ സിമ്പൽ പ്രതീകം സ്മോൾ ലെറ്റർ S. വൈദ്യുത പ്രവാഹ തീവ്രത ഇലക്ട്രിക് കറൻറ്റിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ബേസിക് യൂണിറ്റ് ആണ് ആംപിയർ. കൂട്ടുകാർ ഇതിന് മുൻപ് കേട്ടിട്ടുണ്ടാകും അല്ലേ? കൂട്ടുകാരുടെ വീട്ടിലൊക്കെ വൈദ്യുതി അളക്കാൻ വരില്ലേ? അപ്പോൾ കൂട്ടുകാർ കേട്ടിട്ടുണ്ടാകും ആംപിയർ, ഇത്ര ആംപിയർ ആണ് എന്നൊക്കെ പറയാറുണ്ട്. ആംപിയറിൻ്റെ സിമ്പിളാണ് ക്യാപിറ്റൽ ലെറ്റർ A. എന്താണ് ക്യാപിറ്റൽ ലെറ്റർ A? താപനില ടെമ്പറേച്ചറിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് കെൽവിൻ. ടെമ്പറേച്ചറിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് കെൽവിൻ. കെൽവിൻ്റെ സിമ്പിൾ ക്യാപിറ്റൽ ലെറ്റർ K. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥത്തിൻ്റെ അളവ്, അതിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് മോൾ. മോളിൻ്റെ സിമ്പിൾ അഥവാ പ്രതീകമാണ് സ്മോൾ ലെറ്റർ MOL, മോൾ. ലുമിനസ് ഇൻറ്റൻസിറ്റി പ്രകാശ തീവ്രതയുടെ ബേസിക് യൂണിറ്റ് ആണ് കാൻഡില. അതിൻ്റെ പ്രതീകം അഥവാ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ CD. ഒന്നും കൂടി പറയാം. ലെങ്ത്തിൻ്റെ ബേസിക് യൂണിറ്റ് മീറ്റർ, മാസിൻ്റെ ബേസിക് യൂണിറ്റ് കിലോമീറ്റർ, ടൈമിൻ്റെ ബേസിക് യൂണിറ്റ് സെക്കൻഡ്, ഇലക്ട്രിക് കറൻറ്റിൻ്റെ ബേസിക് യൂണിറ്റ് ആംപിയർ, താപനില ടെമ്പറേച്ചറിൻ്റെ ബേസിക് യൂണിറ്റ് കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ ബേസിക് യൂണിറ്റ് മോൾ, ലുമിനസ് ഇൻറ്റൻസിറ്റി പ്രകാശ തീവ്രതയുടെ ബേസിക് യൂണിറ്റ് കാൻഡില. ഓക്കെ ആണല്ലോ? ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഈ ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 69 നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. There are some other quantities you should be familiar with that are not included among fundamental units. Write them down. അടിസ്ഥാന അളവുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത, അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത നിങ്ങൾക്ക് എന്നാൽ പരിചിതവുമായ മറ്റ് അളവുകൾ ഉണ്ടല്ലോ, എഴുതി നോക്കൂ. ഏതൊക്കെയാണ്? ഏരിയ, വോളിയം, പെരിമീറ്റർ, ഡെൻസിറ്റി, പരപ്പളവ്, വ്യാപ്തം, ചുറ്റളവ്, സാന്ദ്രത, ഡെൻസിറ്റി. How did you calculate the unit of area? എങ്ങനെയാണ് പരപ്പളവ് അഥവാ ഏരിയയുടെ യൂണിറ്റ് കണക്കാക്കുന്നത്? എങ്ങനെയാണ് നോക്കൂ. യൂണിറ്റ് ഓഫ് ഏരിയ ഈക്വൽ ടു യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻറ്റു യൂണിറ്റ് ഓഫ് ബ്രെഡ്ത്ത്. പരപ്പളവിൻ്റെ യൂണിറ്റ് അഥവാ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റും ബ്രെഡ്ത്തിൻ്റെ യൂണിറ്റും കൂടി ഗുണിക്കുന്നതാണ്, ഇൻറ്റു ചെയ്യുന്നതാണ്. യൂണിറ്റ് ഓഫ് ഏരിയ ഈക്വൽ ടു M ഇൻറ്റു M ഈക്വൽ ടു M സ്ക്വയർ. വാട്ട് ഈസ് ഡിറൈവ്ഡ് യൂണിറ്റ്? ഡിറൈവ്ഡ് യൂണിറ്റ് അഥവാ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്? Units which are expressed in terms of fundamental units or those units which are dependent on fundamental units are derived units. ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ഫണ്ടമെൻ്റൽ യൂണിറ്റിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അതായത് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ പറയുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് SI യൂണിറ്റ്? SI യൂണിറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് SI യൂണിറ്റ്? യൂണിഫൈഡ് യൂണിറ്റ്സ്, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്, adequate to express all physical quantities. 3 ഫീച്ചേഴ്സാണ്, 3 പ്രത്യേകതകളാണ് SI യൂണിറ്റിനുള്ളത്. യൂണിഫൈഡ് യൂണിറ്റ്സ്, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ്, adequate to express all physical quantities. ഏകീകൃത യൂണിറ്റാണ്.
ഓക്കെ, അംഗീകാരമുള്ളതാണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളതാണ്, ഏകീകൃത യൂണിറ്റാണ്, എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ പര്യാപ്തമാണ്. നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും പറയുവാൻ പര്യാപ്തമാണ് SI യൂണിറ്റ്. വാട്ട് ഈസ് മീൻ ബൈ വോളിയം? വോളിയം അഥവാ വ്യാപ്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ് കൂട്ടുകാരെ? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്, സബ്സ്റ്റൻസിന് സ്ഥിതി ചെയ്യാൻ, നിലനിൽക്കാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം അഥവാ വോളിയം എന്ന് പറയുന്നത്. സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ ബോഡി ഈസ് റെഫേർഡ് ആസ് ഇറ്റ്സ് വോളിയം. ദി സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ ബോഡി ഈസ് റെഫേർഡ് ആസ് ഇറ്റ്സ് വോളിയം. ഇനി വോളിയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. വോളിയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, L ഇൻറ്റു B ഇൻറ്റു H. ഇങ്ങനെയായിരിക്കും കൂട്ടുകാർ പഠിച്ചിട്ടുണ്ടാവുക. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വ്യാപ്തം അഥവാ വോളിയം ലഭിക്കും. വാട്ട് ഈസ് ഡെൻസിറ്റി? എന്താണ് സാന്ദ്രത? മാസ് ബൈ വോളിയം ഓർ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് റെഫേർഡ് ടു ആസ് ഇറ്റ്സ് ഡെൻസിറ്റി. Mass by volume or mass per unit volume of a substance is referred to as its density. ഒരു പദാർത്ഥത്തിൻ്റെ മാസ് ബൈ വോളിയം ആണ് അതിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. നമ്മൾ ഡെൻസിറ്റി കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത്? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ആണ് നമ്മൾ ഡെൻസിറ്റി കണ്ടെത്താനായി ചെയ്യേണ്ടത്. ഡെൻസിറ്റി നമുക്ക് എങ്ങനെ കണ്ടെത്താം? മാസ് ബൈ വോളിയം. യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി എങ്ങനെ കണ്ടെത്താം? യൂണിറ്റ് ഓഫ് മാസ് ബൈ യൂണിറ്റ് ഓഫ് വോളിയം ഈക്വൽ ടു kg, അതായത് കിലോഗ്രാം ബൈ m³. ഇസ് ദി ഡെൻസിറ്റി ഓഫ് ഓൾ സബ്സ്റ്റൻസ് ദ സെയിം? എല്ലാ വസ്തുക്കളുടെയും ഡെൻസിറ്റി അഥവാ സാന്ദ്രത ഒരുപോലെയാണോ? നമുക്കൊരു പ്രവർത്തനം ചെയ്യാം അല്ലേ കൂട്ടുകാരുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 71, 72, 71, 72 ഒന്ന് എടുത്തു നോക്കൂ. കൂട്ടുകാർക്ക് അവിടെ ഒരു പ്രവർത്തനം കാണാം. Take equal volumes of water and saturated solution of sodium chloride brine in 2 jars. Fill it slightly less than half of their volumes. Put an egg first in water and then in the brine solution. എന്താണ് നമുക്ക് നൽകിയിട്ടുള്ള പ്രവർത്തനം? 2 ജാറുകളിലായി പകുതിയിലും അല്പം കുറവായി തുല്യ അളവ് വെള്ളവും ഉപ്പിൻ്റെ പൂരിത ലായനിയും എടുക്കുക. ഓക്കെ, ഉപ്പിട്ട ഒരു ലായനിയും എടുക്കുക. ഒരു കോഴിമുട്ട ആദ്യം ജലത്തിലും പിന്നീട് ഉപ്പ് വെള്ളത്തിലും വെച്ച് നോക്കൂ. ഈ പരീക്ഷണം എല്ലാവരും ചെയ്തല്ലോ. കൂട്ടുകാർ പറയൂ, എല്ലാ പദാർത്ഥത്തിലും ഒരേ സാന്ദ്രതയാണോ ഉള്ളത്? ഒരു ഡെൻസിറ്റിയാണോ എല്ലാ സബ്സ്റ്റൻസിലും ഉള്ളത്? Even though water and brine solution have the same volume, the mass of brine solution is greater than that of water. This means that compared to water, brine solution has a greater density. ഒരേ വോളിയം ആണെങ്കിലും ജലത്തിനും ഉപ്പ് ലായനിക്കും വെള്ളത്തിനും സാൾട്ട് സൊല്യൂഷനും ഒരേ വോളിയം ആണെങ്കിലും ഉപ്പ് വെള്ളത്തിൻ്റെ മാസ് ശുദ്ധജലത്തിൻ്റെ മാസിനേക്കാൾ കൂടുതലാണെന്ന് നമുക്ക് കാണാം. അതായത് ശുദ്ധജലത്തെ അപേക്ഷിച്ച് ഉപ്പ് വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. ഇവിടെ സാന്ദ്രത ഡെൻസിറ്റി കൂടുതലുള്ളത് ഉപ്പ് വെള്ളത്തിനാണ്, വെള്ളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇനി ചെയ്യേണ്ടത് കൃത്രിമ നിറം നൽകാൻ ഉതകുന്ന മഞ്ഞ ചുവപ്പ് നിറങ്ങൾ ഉപ്പ് ലായനിയിലും ശുദ്ധജലത്തിലും യഥാക്രമം ചേർത്ത ശേഷം ഇളക്കുക. ഉപ്പ് ലായനിയിലേക്ക് നിറം ചേർത്ത വെള്ളം സാവധാനം ഒഴിച്ചു നോക്കൂ. ഉപ്പ് ലായനിയിലേക്ക് സാൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനിയിലേക്ക് നിങ്ങൾ നിറം ചേർത്ത് വെച്ച ജലം അഥവാ വെള്ളം സാവധാനം ഒന്ന് ഒഴിക്കൂ. ആഡ് ആർട്ടിഫിഷ്യൽ യെല്ലോ ആൻഡ് റെഡ് ഫുഡ് കളർ ടു ദ brine solution and water respectively ഒരുപോലെ ഒഴിക്കുക. Stir them well, നന്നായി ഇളക്കുക. Slowly pour the red colored water. ചുവപ്പ് നിറമുള്ള വെള്ളം brine solutionലേക്ക്, സാൾട്ട് സൊല്യൂഷൻ ഉപ്പ് ലായനിയിലേക്ക് സാവധാനം ഒഴിക്കുക. Which colored solution is seen above? ഏത് നിറമുള്ള ദ്രാവകമാണ് മുകളിലുള്ളത്? ഏത് സൊല്യൂഷനാണ് മുകളിലുള്ളത്? റെഡ് കളേർഡ് സൊല്യൂഷൻ. ചുവപ്പ് നിറമുള്ള ലായനിയാണ് മുകളിലുള്ളത്. ചുവപ്പ് നിറമുള്ളത് എന്തായിരുന്നു? ജലം, വെള്ളമായിരുന്നു, വാട്ടർ ആയിരുന്നു.
Which solution has the higher density? Yellow brine solution or red colored water? Why? ഏത് ലായനിക്കാണ്, ഏത് സൊല്യൂഷനാണ് കൂടുതൽ ഡെൻസിറ്റി, സാന്ദ്രതയുള്ളത്? മഞ്ഞ നിറത്തിലുള്ള ഉപ്പ് ലായനിക്കാണോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള വെള്ളത്തിനാണോ? യെല്ലോ കളേർഡ് ബ്രൈൻ സൊല്യൂഷൻ, മഞ്ഞ നിറത്തിലുള്ള ഉപ്പ് ലായനിക്കാണ് സാന്ദ്രത അഥവാ ഡെൻസിറ്റി കൂടുതലുള്ളത്. ബിക്കോസ് ദ മാസ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ ഈസ് മോർ ദാൻ ദ മാസ് ഓഫ് വാട്ടർ. വെള്ളത്തിനേക്കാട്ടും കൂടുതലാണ് ഉപ്പ് ലായനിയുടെ മാസ്. ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ദ വോളിയം ഓഫ് 2 ലിക്വിഡ്സ് ആർ സെയിം. ഈ പ്രവർത്തനത്തിൽ, ഈ പരീക്ഷണത്തിൽ 2 ലിക്വിഡിൻ്റെയും 2 ദ്രാവകത്തിൻ്റെയും അതായത് ഉപ്പ് ലായനിയുടെയും വെള്ളത്തിൻ്റെയും വോളിയം, വ്യാപ്തം സെയിം ആണ്. നമ്മൾ സെയിം ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബട്ട് ഡ്യൂ ടു ദ ഡിഫറൻസസ് ഇൻ മാസ് ദർ ഇസ് ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി. എന്നാൽ മാസിലുള്ള വ്യത്യാസം മൂലം ഡെൻസിറ്റിയിലും വ്യത്യാസമുണ്ടാവുന്നു. ദിസ് ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ഇസ് ദ റീസൺ ഫോർ ബ്രൈൻ സൊല്യൂഷൻ ഡൗൺ ആൻഡ് വാട്ടർ അപ്പ് ഇൻ ദ ജാർ. ഡെൻസിറ്റിയിലുള്ള ഈ വ്യത്യാസം മൂലമാണ് ബ്രൈൻ സൊല്യൂഷൻ താഴെയും വെള്ളം മുകളിലുമായി, ജാറിൻ്റെ മുകളിലുമായി കാണപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയായിരുന്നു ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്? മാസ് ബൈ വോളിയം, മാസ് ബൈ വോളിയം ഓർത്ത് വെക്കണം കൂട്ടുകാരെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടേക്ക് സം കെറോസിൻ ഇൻ എ ജാർ ആൻഡ് pour some water into it. What do you observe? നിങ്ങൾ ഒരു ജാറിലേക്ക് കുറച്ച് കെറോസിൻ, മണ്ണെണ്ണ എടുക്കുക. അതിലേക്ക് വെള്ളം ഒഴിച്ചു നോക്കൂ. എന്താണ് നിങ്ങൾ കാണുന്നത്? എന്താണ് നിങ്ങളുടെ നിരീക്ഷണം? കെറോസിൻ ഫ്ലോട്ട്സ് ഓൺ വാട്ടർ. കെറോസിൻ അഥവാ മണ്ണെണ്ണ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ്? വെള്ളത്തിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത കെറോസിനേക്കാളും കൂടുതലാണ്. കെറോസിനേക്കാളും വാട്ടറിൻ്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ജാറിൻ്റെ താഴെ വാട്ടറാണ് കാണപ്പെടുന്നത്. അതിന് മുകളിലായാണ് കെറോസിൻ കാണപ്പെടുന്നത്. 39th ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് പെട്രോൾ, ഡീസൽ എക്സെട്ര കാച്ചസ് ഫയർ, വൺ ഷുഡ് നെവർ ട്രൈ ടു എക്സ്റ്റിംഗ്വിഷ് ഇറ്റ് യൂസിങ് വാട്ടർ. വൈ? പെട്രോൾ, ഡീസൽ തുടങ്ങിയ ദ്രാവകങ്ങൾക്ക് തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത്. എന്തുകൊണ്ട്? പെട്രോൾ, ഡീസൽ അതുപോലുള്ള ലിക്വിഡ്സ് ഒക്കെ തീ പിടിച്ചാൽ നമ്മൾ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? The density of petrol or diesel is less than that of water. വെള്ളത്തിനേക്കാട്ടിലും ഡെൻസിറ്റി കുറവാണ് പെട്രോളിനും ഡീസലിനും. ഇറ്റ് ഫ്ലോട്ട്സ് അബവ് വാട്ടർ. അപ്പം നമ്മൾ വെള്ളം അണയ്ക്കാൻ ഉപയോഗിച്ചാൽ അത് വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കിടക്കും. പെട്രോളും ഡീസലും വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കിടക്കും. നമ്മളിപ്പോൾ ഒരു പരീക്ഷണം ചെയ്തല്ലോ. ഹെൻസ് if water is used to extinguish fire, it only causes the fire to spread more. നമ്മളിനി തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് അത് അണയ്ക്കാൻ നോക്കിയാൽ എന്തേ ആവുള്ളൂ? തീ കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ലെറ്റേഴ്സ് എസ്എസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം കൂട്ടുകാരെ. അതിനു മുൻപ് കൂട്ടുകാർ പേജ് നമ്പർ 73 73 കാര്യങ്ങൾ 73 72 73 ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. 72 ടേബിളും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അവിടെ ബോക്സിലായിട്ട് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, ചാവ് കടലിൽ എന്താണ് പൊങ്ങി നിൽക്കാൻ കാരണം, അതൊക്കെ കൂട്ടുകാർ നോക്കണം. പിന്നെ 73 പറയുന്നത് നമ്മൾ SI യൂണിറ്റ്സ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ SI യൂണിറ്റ്സ് എഴുതുക, എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് എഴുതുക, അതൊക്കെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പേജ് നമ്പർ 73 പറയുന്നത്. ഇനി നമുക്ക് ലെറ്റേഴ്സ് എസ്എസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ഡൗൺ the following units in the ascending order of their values. താഴെ കൊടുത്ത യൂണിറ്റുകളെ അവയുടെ മൂല്യത്തിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതുക. മൂല്യത്തിനനുസരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ നമുക്ക് നോക്കാം. മില്ലിമീറ്റർ, നാനോമീറ്റർ, സെൻറ്റിമീറ്റർ, മൈക്രോമീറ്റർ. അതിൽ ഏറ്റവും ചെറുത് ഏതാണ്? നാനോമീറ്റർ. ശേഷം മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ. ഇതാണ് ഇതിൻ്റെ ശരിയായ ക്രമം, മൂല്യം അനുസരിച്ചുള്ള ക്രമം. ഇനി ബി നോക്കൂ. 1 മീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1 കിലോമീറ്റർ, 1 മില്ലിമീറ്റർ. ഇതിൽ ഏതാണ് കൂട്ടുകാരെ ഏറ്റവും ചെറുത്? 1 മില്ലിമീറ്റർ. 1
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഡസ് നോട്ട് ബിലോങ് ടു ദ ഗ്രൂപ്പ്? താഴെ പറയുന്ന യൂണിറ്റുകളിൽ കൂട്ടത്തിൽ പെടാത്തതേത്? ഒറ്റയാനെ കണ്ടെത്തുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കൂ, കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, മില്ലിമീറ്റർ. ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഇതൊക്കെ മാസിൻ്റെ യൂണിറ്റുകളാണ് അല്ലേ? മാസിൻ്റെ യൂണിറ്റുകളാണ്. മാസിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് കിലോഗ്രാം. മില്ലിഗ്രാം മാസിൻ്റെ യൂണിറ്റ് ആണ്. ഗ്രാം മാസിൻ്റെ യൂണിറ്റ് ആണ്. ഇതിൽ ലെങ്ത്തിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്, അതേതാണ്? മില്ലിമീറ്റർ. മില്ലിമീറ്റർ ആണ് ഇതിൽ ഒറ്റയാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ, മില്ലിഗ്രാം. ഇതിൽ ഓഡ് വൺ മില്ലിഗ്രാം ആണ്, നമുക്കറിയാം അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ. ഇമാജിൻ ദാറ്റ് ഡിസ്റ്റൻസ് ഫ്രം സ്കൂൾ ടു യുവർ ഫ്രണ്ട്സ് ഹൗസ് ഈസ് 2250 മീറ്റർ. സ്റ്റേറ്റ് ദിസ് ഇൻ കിലോമീറ്റേഴ്സ്. സ്കൂളിൽ നിന്ന് നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കുള്ള ദൂരം 2250 മീറ്റർ ആണെന്നിരിക്കട്ടെ. ഈ അളവ് കിലോമീറ്ററിൽ പ്രസ്താവിക്കുക. എങ്ങനെയാണ് 2250 മീറ്റർ കിലോമീറ്റർ പറയുന്നത്? നമുക്കറിയാം 1000 മീറ്റർ ചേരുന്നതാണ് ഒരു കിലോമീറ്റർ. 2250 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ്? 2 കിലോമീറ്റർ 250 മീറ്റേഴ്സ്. 2 കിലോമീറ്റർ ആൻഡ് 250 മീറ്റേഴ്സ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻ ടു SI യൂണിറ്റ്സ് വിതൗട്ട് ചേഞ്ചിങ് ദെയർ വാല്യൂസ്. താഴെ തന്നിരിക്കുന്ന അളവുകളെ മൂല്യത്തിൽ വ്യത്യാസം വരാതെ SI യൂണിറ്റിലേക്ക് മാറ്റിയെഴുതുക. ഇവിടെ 3500 ഗ്രാം ആണ് ആദ്യം നൽകിയിരിക്കുന്നത്. 3500 ഗ്രാം. ഇതിനെ മൂല്യത്തിലൊന്നും വ്യത്യാസം വരുത്താതെ നമുക്ക് ഇങ്ങനെ SI യൂണിറ്റ് ആക്കി മാറ്റാം. എങ്ങനെയാണ് കൂട്ടുകാരെ? നമുക്കറിയാം 1000 ഗ്രാം ചേരുന്നതാണ് 1 കിലോഗ്രാം. 1000 ഗ്രാം ചേരുന്നതാണ് 1 കിലോഗ്രാം. മാസിൻ്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം. നമുക്ക് 3500 ഡിവൈഡഡ് ബൈ 1000 ചെയ്യാം. എത്രയാണ് കിട്ടുന്നത്? 3 കിലോഗ്രാം 500 ഗ്രാം. 3.5 കിലോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് നോക്കൂ. രണ്ടാമത് നൽകിയിരിക്കുന്നത് 2.5 കിലോമീറ്റർ ആണ്. ലെങ്ത്തിൻ്റെ ബേസിക് യൂണിറ്റ് അഥവാ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. അപ്പം നമ്മൾ 2.5 കിലോമീറ്റർ എന്നത് മീറ്റർ ആക്കി മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 2.5 ഇൻറ്റു 1000, 2.5 കിലോമീറ്റർ ഇൻറ്റു 1000 ചെയ്യാം. എത്രയാണ്? 2500 മീറ്റർ. 2500 മീറ്റർ. ഇതൊക്കെ സിമ്പിളാണ് അല്ലേ? കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 അവർ എന്ന് നൽകിയിട്ടുണ്ട്. ടൈമിൻ്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ഇത് നമ്മൾ 2 അവർ എന്നുള്ളത് സെക്കൻഡിലേക്ക് മാറ്റണം. 2 ഇൻറ്റു 60 ഇൻറ്റു 60 എത്രയാണ്? 7200 സെക്കൻഡ്സ്. 3500 ഗ്രാം എന്നുള്ളതിനെ നമ്മൾ 3.5 കിലോഗ്രാം എന്നാക്കി. 2.5 കിലോമീറ്റർ എന്നതിനെ നമ്മൾ 2500 മീറ്റർ എന്നാക്കി. 2 അവർ എന്നുള്ളതിനെ നമ്മൾ 7200 സെക്കൻഡ്സ് ആക്കി മാറ്റി. നമ്മൾ ഈ വീഡിയോ ലെറ്റേഴ്സ് അസസ് ഡിസ്കസ് ചെയ്തു. ഈ പാഠവുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. കൂട്ടുകാർ ഫസ്റ്റ്ലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്ക് നന്നായി ക്ലിയറായി വായിക്കുക. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ടെക്സ്റ്റ് ബുക്ക് കുറച്ചും കൂടി മനസ്സിലാകുന്നതിന് നിങ്ങൾ മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കും മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കും വെച്ച് പഠിച്ചു നോക്കുക, വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാളം മീഡിയം ബുക്ക് വെച്ചിട്ട് വായിച്ചു നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിൻറ്റ്സ് വിടാൻ പാടില്ല. എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് എക്സാംസിനൊക്കെ ഉപകാരപ്പെടും. കൂടാതെ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലാക്കാനും വളരെ സഹായകമാകും. ഇതിൽ ഓരോ എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾ ചെയ്ത് നോക്കി മനസ്സിലാക്കണം. കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.